എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. പുതിയ ഒരു ദിവസത്തിൻ്റെ പ്രഭാതം നമുക്ക് ലഭിച്ചു. പ്രഭാത ധ്യാനത്തിൽ ഒരു പ്രത്യേക തലക്കെട്ടിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവരാജ്യം എന്നതാണ് അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തലക്കെട്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗത്ത് പ്രത്യേക തരത്തിൽ ദൈവരാജ്യ പ്രവേശനത്തെക്കുറിച്ച് കർത്താവ് തൻ്റെ കേൾവിക്കാരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അങ്ങനെ വ്യത്യസ്തമായ സ്വർഗരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് തൻ്റെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവരാജ്യം ഏത് കാലഘട്ടത്തിലും ചിന്തനത്തിന് വിധേയമായ ഒരു വിഷയമാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചതിനോടുള്ള ബന്ധത്തിൽ വിശുദ്ധ മത്തായി 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗം വായിച്ച് തുടർന്നുള്ള ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആ ഭാഗം അവരവർ തന്നെ വായിക്കണം എന്ന് ഓർപ്പിക്കട്ടെ. ഈ പറഞ്ഞ വേദഭാഗത്ത് കർത്താവ് ജനങ്ങളോട് സംസാരിച്ചു എന്ന് കാണുന്നു. കർത്താവ് തനിക്ക് പ്രിയമുള്ളവരെ അടുത്ത് വിളിച്ചു, പുരുഷാരത്തോട് സംസാരിച്ചു എന്നൊക്കെ പല ഭാഗത്ത് കാണുന്നു. കാരണം ശിഷ്യന്മാരോട് പറഞ്ഞത് നിശ്ചയമായും പുരുഷാരവും കേട്ട് കാണും. ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവരാജ്യം ദൈവത്തിന് മഹത്വം വരുത്തുന്ന ജീവിതമാണ്. 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് എന്ന് എഴുതിയിരിക്കുന്നു. 5:48 നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീനെന്നും എഴുതിയിട്ടുണ്ട്. പിതാവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ജീവിതശൈലിയാണ് ദൈവരാജ്യത്തിലെ ജീവിതശൈലി. ഈ ഭാഗത്ത് 8 വിധത്തിലുള്ള സ്വഭാവങ്ങൾ രേഖപ്പെടുത്തുന്നു. അതിൽ ചിലത് സ്വീകരിക്കാനും ചിലത് തിരസ്കരിക്കാനും ഉള്ളതല്ല. ഈ 8 സ്വഭാവ സവിശേഷതകളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മളിത് പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ജീവിത സ്വഭാവം തന്നെയാണ് അത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുമ്പോൾ വിനയമുള്ളവരെക്കുറിച്ചും താഴ്മയുള്ളവരെക്കുറിച്ചും പറഞ്ഞു തുടങ്ങുകയാണ്. സൗമ്യതയുള്ളവരെക്കുറിച്ചും ശുദ്ധിയുള്ളവരെക്കുറിച്ചും പറഞ്ഞു തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവത്തെ വിളിച്ചറിയിക്കുന്നു. കർത്താവിൻ്റെ സ്വഭാവത്തെ മാത്രമല്ല, അവൻ്റെ മനസ്സിനെയും ഇത് വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവേശുവിലുള്ള അതേ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി വരുവാനുള്ള ലോകത്തിൽ നാം വെളിപ്പെടുത്തേണ്ട സ്വഭാവമല്ല. നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങൾ പാർക്കുന്ന ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ രാജ്യത്തിൻ്റെ പങ്കാളികളായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും, ഇത് ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരൊക്കെയാണ് കൂടുതൽ വായിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇതര മതസ്ഥരും ഗിരിപ്രഭാഷണത്തെ വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ കൂടെ യേശുക്രിസ്തുവിനെ ഒരു നല്ല പുരുഷനായും ഗുരുവായും അധ്യാപകനായും മാത്രം കാണുന്നു എങ്കിൽ ഇതിൽ നിന്ന് വേണ്ടത് ആസ്വദിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല.
രക്ഷകനായ കർത്താവിനെ ഈ ഗിരിപ്രഭാഷണത്തിൽ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ നല്ല ഉപദേശത്തിന് യാതൊരു ശക്തിയും ഉണ്ടാകുന്നില്ല. 6-ാം അധ്യായത്തിൽ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന കാണുന്നു. അപ്പോൾ രക്ഷകനായ ഒരു കർത്താവിനെ കൂടെ ഈ ഗിരിപ്രഭാഷണത്തിൽ നമുക്ക് കാണാൻ കഴിയണം. ഒരെഞ്ചിനിൽ നിന്നും ബോഗി വേർപെടുത്തിയാൽ അതിന് ശക്തിയില്ലാത്തതുപോലെ യേശുക്രിസ്തുവിൻ്റെ ജീവനിൽ നിന്നും വേർപെടുത്തി കഴിഞ്ഞാൽ നല്ല ഉപദേശമാണെങ്കിലും അതിന് ശക്തി ഇല്ല എന്ന് തന്നെ വിലയിരുത്താം. ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുന്ന വേറൊരു കാര്യമുണ്ട്. ഇതെല്ലാം അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ്. ഭാഗ്യവാന്മാർ എന്നുള്ളതിന് ചില പരിഭാഷകർ സന്തോഷിക്കുന്നവർ, അനുഗ്രഹിക്കപ്പെട്ടവർ എന്നൊക്കെ അർത്ഥം നൽകിയിട്ടുണ്ട്. അതായത് അനുഗ്രഹിക്കപ്പെട്ട ദൈവ നന്മകളാൽ നിറയ്ക്കപ്പെട്ടവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആത്മീക ജീവിതം എന്ന് പറയുന്നത് സന്തോഷം കെടുത്തുന്ന ഒരനുഭവമല്ല. പലപ്പോഴും ആത്മീയ ജീവിതം സന്തോഷത്തെ കൊല്ലുന്ന അനുഭവമായിട്ട് പലരും ചിന്തിക്കുന്നുണ്ട്. ദൈവത്തോട് അടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് സന്തോഷങ്ങളിൽ നിന്ന് മാറി ജീവിക്കുന്ന അനുഭവമല്ല. യഥാർത്ഥമായ സന്തോഷം, നിറഞ്ഞ കവിയുന്ന സന്തോഷം, അനുഗ്രഹങ്ങളാൽ നിറയുന്ന അനുഭവം, അതാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ ആണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി വരുമ്പോൾ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം, അതിനെയാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നത്? ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ നാം വേറൊരു അധികാരത്തിൻ്റെ കീഴിലാണെന്ന് പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം തൻ്റെ സ്വന്തം പുത്രൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നു. അപ്പോൾ നാം സ്വന്തം പുത്രൻ്റെ രാജ്യത്ത് അല്ല എങ്കിൽ ഇരുട്ടിൻ്റെ അധികാരത്തിലാണ്. അങ്ങനെയുള്ളവരെ പുറത്ത് ഇരുട്ടിലേക്കും തള്ളിയിടും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലല്ല നാം വസിക്കുന്നതെങ്കിൽ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലാണ് നാം വസിക്കുന്നത്. വരുവാനുള്ള ഒരു ഇരുട്ടിനെയോ നരകത്തെയോ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്, നമ്മുടെ ആധുനിക ജീവിതാനുഭവത്തെക്കുറിച്ച് കൂടെയാണ്. ഒരു മനുഷ്യൻ പറഞ്ഞു, പഴയ കാലത്തൊക്കെ നരകത്തെക്കുറിച്ച് ശക്തമായി പ്രസംഗിച്ചു, ജനത്തെ രൂപാന്തരത്തിലേക്ക് നയിക്കുമായിരുന്നു. ഇപ്പോൾ അത്രയും ശക്തമായി വരുവാനുള്ള നരകത്തെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോഴുള്ള നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി. കാരണം മാനസാന്തരം ഉണ്ടാകുവാൻ അത്രയും മാത്രം മതി. അത് വളരെ ശരിയായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. ദൈവരാജ്യത്തിൻ്റെ അനുഭവമല്ല നമ്മുടെ ജീവിതത്തിൽ വാഴുന്നതെങ്കിൽ നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിലാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. ഈ ആത്മീക ജീവിതാനുഭവത്തിൽ ജീവിക്കുന്ന ഒരു ദൈവിക വിശ്വാസിക്ക് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ഉണ്ട്. അതില്ല എങ്കിൽ നാം ഇരുട്ടിൽ പാർക്കുന്നവരാണ്. കർത്താവ് ഈ വചനം പറയുമ്പോൾ മനുഷ്യജാതിയെ രണ്ടായി തരം തിരിക്കുന്നുണ്ട്. വലിയവരെന്നും ചെറിയവരെന്നും, വിദ്യാസമ്പന്നരെന്നും വിദ്യാഹീനരെന്നും, കറുത്തവരെന്നും വെളുത്തവരെന്നും ദൈവരാജ്യത്തിൽ തരംതിരിവ് ഇല്ല. ദൈവരാജ്യത്തിന് അകത്തുള്ളവരെന്നും ദൈവരാജ്യത്തിന് പുറത്തുള്ളവരെന്നും രണ്ട് തരം ആളുകൾ. കർത്താവ് രാജ്യത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന് 47-ാം വാക്യത്തിൽ സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വല വീശിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് വലിയ മീനും ചെറിയ മീനും വിവിധ തരത്തിലുള്ള മീനും വന്നു. 48-ാം വാക്യത്തിൽ നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു.
അപ്പോൾ ദൈവരാജ്യത്തിൽ പല വിധത്തിലുള്ളവരുണ്ട്. എന്നാൽ വേർപാടുണ്ടാകുന്നത് നല്ലത്. തീയത് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലുള്ളവർ ദൈവരാജ്യത്തിന് പുറത്തുള്ളവർ എന്ന രീതിയിലാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രഭാതം അല്പനേരം മാറ്റിവെക്കുകയാണ്. എങ്ങനെയാണ് ദൈവരാജ്യ പ്രവേശനത്തെക്കുറിച്ച് കർത്താവ് നമ്മളെ ഉപദേശിച്ചത്? അതിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയുള്ള വിഷയങ്ങളെ തരംതിരിച്ച് വരുന്ന ചില ദിവസങ്ങളിൽ പഠിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നു. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഖമുദ്ര. ജീവിതത്തിൻ്റെ ആസ്വാദനം അതാണ്. അങ്ങനെ ജീവിപ്പാൻ നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് തിരുമുഖത്തേക്ക് നോക്കി ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ദൈവരാജ്യ അനുഭവത്തിൽ വസിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്തകൾ കൊണ്ടും ദൈവരാജ്യ അനുഭവമായി കർത്താവെ മറ്റുള്ളവരുടെ മുൻപാകെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കൃപയും കരുണയും കാവലും ഞങ്ങൾക്ക് നൽകണമേ. പ്രകൃതിയുടെ പ്രതികൂലതകളൊന്നും അലട്ടാതെ വണ്ണം ഞങ്ങളെ കാത്തുകൊള്ളണമേ. ജീവിത ആവശ്യങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് വഴികാട്ടിയായിരിക്കണമേ. കർത്താവെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കരുണയുടെ അനുഗ്രഹത്തിൻ്റെ പുതിയ ദിനങ്ങൾ ദാനമായി നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.